അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് മാഗ്നറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മാഗ്നറ്റിക്സ് ഒരുവിധം അറിയാവുന്ന ടോപ്പിക് ആയിരിക്കും. പിന്നെ കുറച്ച് കുട്ടികൾക്ക് ഡൗട്ട് ഉള്ള സെഷനുമാണ് ഈ മാഗ്നറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ടോപ്പിക്കിൽ നിന്ന്. സോ അറിയുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, ഇതൊരു റിവിഷൻ പോലെ കാണുക. ഇനി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി പോവുക. സോ മെയിൻ ആയിട്ടും നമുക്കറിയാം മാഗ്നറ്റിക്, അതായത് ഈ ഒരു സബ്ജക്ട് തിരിച്ചിരിക്കുന്നത് ഫസ്റ്റ് മാഗ്നറ്റിക്സ് വെച്ചിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസിൽ നമുക്ക് പഠിക്കേണ്ട കുറെ അധികം ടേംസ്, പിന്നെ അതിന്റെ യൂണിറ്റ്സും ഒക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. അതിനുശേഷം പിന്നെ ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്, പാരാഫെറോഡയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അല്ല, അല്ലാണ്ട് തന്നെ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന കുറെ വാല്യൂസ്, പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ മാഗ്നറ്റിക് അറിയാവുന്നവർക്ക് അറിയാം, അതായത് യൂണിറ്റ്സും ബേസ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നാണ് വിചാരിക്കുന്നത്. എന്താണ് മാഗ്നറ്റിക്സ് എന്ന് പറയുന്നത്, എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നത്. എങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്ക് പറയാം. അതായത് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നമുക്കറിയാം ഒരു മെറ്റീരിയൽ അല്ലെ, ഒരു എല്ലാ മെറ്റീരിയലും അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതില് മാഗ്നറ്റിക് ബിഹേവിയർ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമുക്ക് ഈ മാഗ്നറ്റിക് മെറ്റീരിയൽസ് നമ്മൾ എല്ലാ ഇലക്ട്രിക്കൽ മെഷീൻസിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന DC മെഷീൻസ് ആണെങ്കിൽ, അതല്ലെങ്കിൽ തന്നെ മോട്ടോർ, ജനറേറ്റർ, എല്ലാത്തിലും നമ്മൾ ഈ പറയുന്ന മാഗ്നറ്റിക്സിന്റെ പ്രോപ്പർട്ടി നന്നായിട്ട് യൂസ് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ബേസിക്സ് അറിയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോ ഈ മാഗ്നറ്റിക്സ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾസ് നമുക്കറിയാം അല്ലെ. മാഗ്നറ്റിക്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക്സ് എന്ന് പറയുന്ന എഫക്റ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ അയണ്, നിക്കല്, കൊബാൾട്ട്, സ്റ്റീല്, ഇതെല്ലാം തന്നെ എന്താണ് ഈ പറയുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ എന്താണ്, ഏതൊരു മാഗ്നറ്റിക് ആണെങ്കിലും ഏകദേശം ഏതൊരു മാഗ്നറ്റിക് ആണെങ്കിലും ഇന്നുണ്ടായിരിക്കും പോൾസ് ഉണ്ടായിരിക്കും അല്ലെ. നോർത്ത് പോള്, സൗത്ത് പോൾ എന്ന് പറയുന്ന പോൾസ് ഉണ്ടായിരിക്കും. ആൻഡ് നിങ്ങൾ എപ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ONS എന്ന് പഠിച്ചു വെക്കുക. ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എക്സാമിന് ചോദിക്കാറുണ്ട്. ONS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക്സിന്റെ ഈ ലൈൻ ഓഫ് ഫോഴ്സ് പോകുന്ന റീജിയൻ ഔട്ട്വേർഡ് ആണ് ഇൻവേർഡ് ആണോ എന്നുള്ളതാണ്. ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ഓർക്കുക, നോർത്ത് നിന്ന് ഇങ്ങനെ സൗത്തിലേക്കായിരിക്കും പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്പീറ്റഡ് ആണ്. അതുപോലെ ഇൻസൈഡ് ആണെങ്കിൽ എങ്ങനെയാണ് പോകുന്നത്, സൗത്ത് നിന്ന് നോർത്തിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കോഡ് പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്, ONS എന്നുള്ളൊരു കോഡ്. അപ്പം ആ ONS ഉദ്ദേശിക്കുന്നത് ഔട്ട്വേർഡ് ആണെങ്കിൽ എങ്ങടെ പോകുന്നത്, നോർത്ത് നിന്ന് സൗത്തിലേക്കും, ഇൻസൈഡ് ആണെങ്കിൽ സൗത്ത് നിന്ന് നോർത്തിലേക്കുമാണ് എന്ത് ചെയ്യുന്നത്, ലൈൻ ഓഫ് ഫോഴ്സ് മൂവ് ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്കറിയാം ഇതിന്റെ ആപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയൊക്കെയാ വരുന്നത്, മോട്ടോഴ്സ്, ജനറേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, പിന്നെ ലൗഡ് സ്പീക്കേഴ്സ്, റിലേസ്, ഇലക്ട്രോ മാഗ്നറ്റ്സ് അല്ലേ. അതുപോലെ നമുക്കറിയാവുന്ന ഒരു ബേസിക് കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഈ പോൾസിന്റെ അൺലൈക്ക് പോൾസ് ആണ് എപ്പോഴും അട്രാക്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് പോൾസ് എന്താ ചെയ്യുന്നത്, അവർ റിപ്പൽ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഒരു ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിനെ എപ്പോഴും എന്താണ്, നോർത്ത് ടു സൗത്ത് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അത് മൂവ് ചെയ്യുന്നത് അല്ലേ. ഇനി ഒരു മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ടൈപ്പുകളുണ്ട് കേട്ടോ. പെർമനന്റും ഉണ്ട്, ടെമ്പററി മാഗ്നറ്റും ഉണ്ട്. അപ്പൊ പെർമനന്റ് മാഗ്നറ്റ് എന്താണ്, ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയുന്നത് അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വെച്ചിട്ട് അതിന് രണ്ട് രീതിക്ക് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റുകളും ഉണ്ട്. അപ്പൊ അതെന്താന്ന് ഓരോന്നായിട്ട് നോക്കാം. അതിന് മുന്നേ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ എന്താണ്, നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഉണ്ട് അല്ലേ. അപ്പോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അയൺ, നിക്കൽ, കൊബാൾട്ട് അവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. കനോട്ട് എക്സിറ്റ് വിത്ത് എ സിംഗിൾ പോൾ, അതായത് ഒരിക്കലും ഒരു മോണോപോൾ, ഒറ്റ പോളായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഡയറക്റ്റ് മോണോപോൾ അങ്ങനെയൊന്നും ചോദിക്കണമെന്നില്ല. പക്ഷെ നമുക്കൊരു സബ്ജക്ട് പഠിക്കുമ്പോൾ ഒരു ഐഡിയ വേണം എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ പറയും, അത് മാത്രം നിങ്ങൾ നോക്കി പോയാൽ മതിയാവും. ഇപ്പോ ഇത് നോക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എന്താണ് ടെമ്പററി, എന്താണ് പെർമനന്റ്. അതായത് ടെമ്പററി മാഗ്നറ്റ് എന്ന് വെച്ചാൽ എന്താണ്, മാഗ്നറ്റ് മെയ്ഡ് ഫ്രം എ മെറ്റീരിയൽ ദാറ്റ് ഈസിലി ലോസസ്, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അതെന്ത് ചെയ്യും, ആ മാഗ്നറ്റിസം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ എന്ത് ചെയ്യും, പെട്ടെന്ന് നഷ്ടപ്പെടുത്തി കളയും. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെമ്പററി മാഗ്നറ്റുകൾ എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു പിക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, കണ്ടോ.
അതിന്റെ അലൈൻമെന്റ് നോക്കുമ്പം അത് നന്നായിട്ട് അലൈൻ ചെയ്തല്ല ഇരിക്കുന്നത്. അതിങ്ങനെ പല വശത്തേക്ക് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിരിക്കുന്നത്. അതനുസരിച്ചിട്ട് എന്താണ് അതിന്റെ ഒരു വീക്ക്നെസ് ആണ് കാണിക്കുന്നത് അല്ലെ. അത് പെട്ടെന്ന് ആ ഒരു പ്രോപ്പർട്ടി നഷ്ടപ്പെടുത്തി കളയുന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷെ പെർമനന്റ് മാഗ്നറ്റ് നോക്കിക്കേ, അതെല്ലാം കണ്ടോ അലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാഗ്നറ്റ് മേക്ക് ഫ്രം എ മെറ്റീരിയൽ ദാറ്റ് കീപ്സ് ഇറ്റ് മാഗ്നറ്റിസം ഫോർ എ ലോങ് ടൈം. ഒരുപാട് നേരത്തേക്ക് എന്ത് ചെയ്യും, ആ മാഗ്നറ്റിസം എന്ന പ്രോപ്പർട്ടി എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്ന ആർക്കായിരിക്കും, പെർമനന്റ് മാഗ്നറ്റുകൾക്കായിരിക്കും. ഇനി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, ഇസ് ദ റീജിയൻ അറൌണ്ട് എ മാഗ്നറ്റ് വെയർ മാഗ്നറ്റിക് ഫോഴ്സ് ക്യാൻ ബി എക്സ്പീരിയൻസ് അല്ലെ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു മാഗ്നറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ മാഗ്നറ്റിന് ചുറ്റുമുള്ള ഈ റീജിയൻ ആണ് അതിന്റെ എന്തെന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആൻഡ് റെപ്രസെന്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. നമ്മൾ നേരത്തെ പടത്തിൽ കാണിച്ച പോലെ ഫീൽഡ് ലൈനുകളുണ്ട്. ഇങ്ങനെ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടെങ്കിൽ എന്താണ്, അതിൽ ഇഷ്ടംപോലെ ഫീൽഡ് ലൈനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നോർത്ത് സൗത്തിലോട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. ആൻഡ് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ഫീൽഡ് ലൈൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാ പോകുന്നത്, ആ പോയിന്റ് നോക്കുക, നോർത്ത് സൗത്തിലോട്ടാണ് പോകുന്നത്. ആൻഡ് മാഗ്നറ്റിന് ഇൻസൈഡ് എങ്ങനെയാ പോകുന്നത്, സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ് പോകുന്നത്. ആൻഡ് ക്ലോസ് ഫീൽഡ് ലൈൻസ് ഇൻഡിക്കേറ്റ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഫീൽഡ് ലൈൻസ് ഫോംസ് ക്ലോസ് ലൂപ്പ്. അപ്പൊ ഈ ഫീൽഡ് ലൈൻസ് നമുക്ക് എന്ത് ചെയ്യും, ഒരു ക്ലോസ്ഡ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന ടേംസുകൾ. ഇതിന്റെ അതായത് ബേസിക്സ് പഠിച്ചാൽ നിങ്ങൾക്ക് പ്രോബ്ലം വൈസ് ഒരു മസ്ദൂർ എക്സാമിന് ഒരുപാട് പ്രോബ്ലമാറ്റിക് ഒന്നും ചോദിക്കില്ല, പക്ഷേ ചെറിയ പ്രോബ്ലംസ് ചോദിക്കാം. അതായത് ഒരു സിമ്പിൾ ഇക്വേഷൻ ഒക്കെ നമുക്കറിയാമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഈ എക്സാമിന്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബുക്ക് എടുത്തിട്ട് ഈ പറയുന്ന ഇക്വേഷൻസ് എന്തെങ്കിലും മേജറായിട്ട് നമ്മൾ എടുത്ത് പറയുന്ന ഇക്വേഷൻസ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ആ ഇക്വേഷൻസ് കാണാതെ പഠിക്കുക. അപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ ഇക്വേഷൻസ് അറിയാമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഒരുപാട് കറങ്ങി ചോദിക്കുന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലും വരുന്നത്. പക്ഷെ നമുക്ക് ഇക്വേഷൻ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോർത്തും സൗത്തും ഉണ്ടല്ലോ, അതിനിടയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ്, ഒരുപാട് ലൈൻസ് ഫോഴ്സ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതൊരു പർട്ടിക്കുലർ സർഫസ് ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇത്രയും ആ ലൈൻ ഓഫ് ഫോഴ്സിനെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത്, ഫ്ലക്സ് എന്നുള്ളത്. സോ എനിക്കപ്പൊ എങ്ങനെ പറയാം, ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താന്ന് പറയാം, ബി ഇൻറ്റു എ ആണെന്ന് പറയാം അല്ലെ. ആ ബിയും എയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ബി എന്ന് പറഞ്ഞാല് ആ ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. എന്താണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പോ ഒരു പർട്ടിക്കുലർ ഏരിയ കൺസിഡർ ചെയ്തു, ഇതാണ് എന്റെ ഏരിയ. ഈ ഏരിയയിൽ കൂടി എത്ര ലൈൻ ഓഫ് ഫോഴ്സ് പാസ് ചെയ്ത് പോകുന്നു, അപ്പൊ ഒരു ഏരിയ വെച്ച് പറയുന്നതാണ്, ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന എത്ര ഫ്ലക്സ് എന്ന് പറയുന്നതാണ് എന്താ അവിടുത്തെ ഫ്ലക്സ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് വെച്ചാൽ ആ വേർഡ് തന്നെ അതാണ്. അതായത് ഞാനൊരു ഏരിയ കൺസിഡർ ചെയ്യാണ്, ഞാൻ ഈ പറഞ്ഞ ഈ ഏരിയ കൺസിഡർ ചെയ്താൽ ഈ ഏരിയയിൽ എത്ര ഫ്ലക്സ് ഉണ്ടായി. സോ ആ ഒരു ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ആ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു എ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫ്ലക്സിന്റെ വാല്യൂ കിട്ടും. സോ തിരിച്ചും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ബി ഇസ് ഈക്വൽ ടു എന്താണ്, അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, 5/a എന്ന് പറയാം അല്ലെ. ഇതൊരു ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണ്. പ്രോബ്ലംസ് ഇങ്ങനെ ചോദിക്കാം, ഫൈൻഡ് ഫ്ലക്സ് ഡെൻസിറ്റി, ഫ്ലക്സ് തന്നിരിക്കും, ഏരിയ തന്നിരിക്കും, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. സോ അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് എളുപ്പമാണ്, വളരെ സിമ്പിൾ ആണ്, മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കുക. ഇക്വേഷൻസ് പഠിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ടെസ്ല ആണ്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, ടെസ്ല ആണ് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ആൻഡ് ദ യൂണിറ്റ് ഓഫ് ഫ്ലക്സിൻ്റെതോ, ഫ്ലക്സിന്റെ യൂണിറ്റും പഠിച്ചു വെക്കുക, വെബർ ആണ് ഫ്ലക്സിന്റെ യൂണിറ്റ്. ആൻഡ് ഫ്ലക്സ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യും, അതായത് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്തു എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്, അവിടുത്തെ ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്തു എന്നാണ് അല്ലെ. ഇത്രത്തോളം ഫ്ലക്സ് ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ അത്രയും മാഗ്നറ്റിക് ഇഫക്റ്റ് അതിനുണ്ട്, അതാണ് അതിനെ മീൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത്രയും ലൈൻ ഓഫ് ഫോഴ്സ് അതിനുണ്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. ഈ ഫ്ലക്സ് നമ്മൾ മെഷർ ചെയ്യുന്ന എന്ത് യൂണിറ്റിലാണ്, വെബറിലാണ് മെഷർ ചെയ്യുന്നത്. ഇപ്പൊ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് തന്നെയാണ്, ഫീൽഡ് ലൈൻസ് ആണ്. ഇതാണ് ഫീൽഡ് ലൈൻസ് അല്ലെ, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫീൽഡ് ലൈനുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, എക്സേർട്ട് എ കോൺസ്റ്റന്റ് ഫോഴ്സ് ഓവർ എ റീജിയൻ അല്ലെ. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് പർട്ടിക്കുലർ എല്ലാ ഏരിയയിലും പോകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ റീജിയനിലും ഒരേ ഫോഴ്സ് തന്നെ നൽകും. Such a field will consist of parallel
ഈക്വലി സ്പേസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ്, ഇതിനെ എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്, കണ്ടോ? നമുക്കിപ്പോ ഈ ഫിഗറിനെ ഇങ്ങോട്ട് കാണിച്ചാൽ ഇതുപോലെ ആയിരിക്കും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരുന്നത്. അതുപോലെ ദിസ് ടൈപ്പ് ഓഫ് ഫീൽഡ് ക്യാൻ ഓൾമോസ്റ്റ് ബി ഫൗണ്ട് ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത് മാഗ്നറ്റിക്, അല്ലേ? നമ്മുടെ ഈ നോർത്ത് പോളിനും ഈ സൗത്ത് പോളിനും ഇടയ്ക്കായിരിക്കും അല്ലേ ഈ ഫീൽഡ് ലൈൻസ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ബേസിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് കാണാതെ പഠിക്കാതെ ഇത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എക്സാമിന് ഗുണം ചെയ്യും. സോ ആ രീതിക്ക് ക്ലാസ് എന്താണ് കാണുക. ഓക്കെ, അപ്പോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലെക്സ് ഡെൻസിറ്റി നോക്കാം. ഫ്ലെക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലെക്സ് വിച്ച് പാസിംഗ് ത്രൂ എ പർട്ടിക്കുലർ യൂണിറ്റ് ഏരിയ ആണ്. അതാണ് ആ പോയിന്റ്. എന്താണ്? ഒരു യൂണിറ്റ് ഏരിയ ആണ്, അല്ലെ? ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി പോകുന്ന മാഗ്നറ്റിക് ഫ്ലെക്സ് ആണ് മാഗ്നറ്റിക് ഫ്ലെക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ഡി ഈസ് ഈക്വൽ ടു എന്താണ്? 5 ഡിവൈഡഡ് ബൈ എ ആണ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് മസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം, ടെസ്ല ആണ് യൂണിറ്റ്. ആൻഡ് ഫൈ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. യു എസ് യൂണിറ്റ് ടെസ്ല ആണ്. അപ്പോൾ ഇഫ് ദ സെയിം മാഗ്നറ്റിക് ഫ്ലക്സ് പാസ് ത്രൂ എ സ്മോൾ ഏരിയ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. അതായത് ഒരു ചെറിയ ഏരിയ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ബി ഈസ് ഈക്വൽ ടു നമുക്കറിയാം 5 ഡിവൈഡഡ് ബൈ എ ആണ്, അല്ലേ? അപ്പോൾ ഏരിയ കുറയുമ്പോൾ എന്തായിരിക്കും? ആ ഒരു ഡെൻസിറ്റിയുടെ വാല്യൂ കൂടും, അല്ലെ? ഇൻവേഴ്സ് റിലേഷൻ ആയതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പം ബി ഈസ് ഈക്വൽ ടു 5 ബൈ എ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതി പറഞ്ഞു എന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടണം. ഓക്കെ, ഇങ്ങനെ ആയിരിക്കുമല്ലോ. സോ അതൊന്ന് നോക്കി വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളൊരു ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ റീജിയനിൽ കാണിച്ചിരിക്കുന്നത് ഒരു ക്രോസ് സെക്ഷൻ ഏരിയ ആണെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി പോകുന്നത് എന്നുള്ളതായിരിക്കും. ഞാൻ പറഞ്ഞത് വേറൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് നമുക്ക് ഈ ഒരു ബി ഈക്വൽ ടു 5 ബൈ എ എന്ന് പറയുന്ന കാര്യം പറഞ്ഞു. ഫ്ലക്സ് ബൈ ഏരിയ, അതാണ് എന്താ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയിലേക്ക് വരുമ്പോൾ എന്താണ്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ ഒരു ഏരിയയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ എത്രത്തോളം ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഫിഗറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എവിടെയൊക്കെയാ ഉള്ളത്? ട്രാൻസ്ഫോമറിന്റെ കോറില്, അതുപോലെ ഇലക്ട്രിക് മോട്ടോഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെയാണ്. അതുപോലെ ജനറേറ്റേഴ്സ്, പിന്നെ MRI മെഷീൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരാണ്. അതുപോലെ നമുക്ക് ഒരു മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതിന് നല്ലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നാണ്, അല്ലെ? അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റും കൂടി പഠിച്ചു വെച്ചേക്കുക, ടെസ്ല വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിക്കും. പിന്നെ ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, അതാണ് ഞാൻ പറഞ്ഞത്. ഈ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശക്തി എന്ന് പറയുന്നത് ആ ഒരു മീനിങ് തന്നെ ചിന്തിച്ചാൽ മതി. അതായത് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ് ഒരു ശക്തി പോലെ അങ്ങനെ തന്നെ ചിന്തിച്ചു വെക്കുക. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും സ്ട്രെങ്തും തമ്മിൽ തിരിഞ്ഞു പോകാറുണ്ട്. അപ്പം അങ്ങനെ തിരിഞ്ഞു പോവാതിരിക്കാനാണ് സ്ട്രെങ്ത് എന്ന് പറയുന്ന സ്ട്രെങ്ത് എന്ന് തന്നെ വിചാരിച്ചു വെച്ചേക്കുക. അതായത് നമ്മളൊരു എന്താണ് ഒരു കണ്ടക്ടർ, ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഇപ്പൊ ഇതിന്റെ ഒരു കണ്ടക്ടറാണ്. ഈ ഒരു കണ്ടക്ടറിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു ഐ കറണ്ട് ഞാൻ കൊടുത്താൽ എത്രത്തോളം ഫോഴ്സ് അവിടെ ഒരു മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ മാഗ്നറ്റൈസിങ് ഫോഴ്സിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നത്. അതായത് ഞാനൊരു കോയിൽ കൂടി എന്ത് പാസ് ചെയ്ത് കൊടുത്തു? കറണ്ട് കടത്തി വിടുന്നു. കറണ്ട് കടത്തി വിടുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? അത് ബേസിക് ആണ്, അറിയാത്തവർ നോക്കുക. എപ്പോഴും ഒരു കറണ്ട് ഒരു കോയിലിൽ കൂടി കടത്തി വിടുമ്പോൾ, അതായത് ഒരു കോയിലിൽ കൂടി കറണ്ട് കടത്തി വിടുമ്പോൾ അതിന് ചുറ്റിനും എന്ത് ഡെവലപ്പ് ആവും? ഇങ്ങനെ ഫ്ലക്സ് ഡെവലപ്പ് ആവും. അങ്ങനെയാണ് ഫ്ലക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ എന്താണ് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനൊരു മാഗ്നറ്റൈസേഷൻ ഫോഴ്സും ഉണ്ടാകുന്നുണ്ട്. സോ ആ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? H എന്ന് പറയുന്നത് എന്തിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, L ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലെ? NI/L. ഇതിൽ N എന്താ? നമ്പർ ഓഫ് ടേൺസ്, എത്ര ചുറ്റുണ്ട്. ഇതൊരു കോയിലാണ്, കോയിലിൽ എത്ര ചുറ്റുണ്ട് എന്നുള്ളതിന് അനുസരിച്ചിരിക്കും. I എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൊടുക്കുന്ന കറണ്ട്, ഞാൻ എത്ര കറണ്ട് കൊടുക്കുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും എന്ത് ഡെവലപ്പ് ആവുന്നത്? ഫ്ലക്സ് ഡെവലപ്പ് ആവുന്നത്. നെക്സ്റ്റ് ആ കോയിലിന്റെ ലെങ്ത്, എത്ര ലെങ്തിലുള്ള കോയിലാണ് അത്, അതിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലും ആയിരിക്കും. ഇത്രയും കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് H is equal to NI/L.
അതിൽ n നമ്പർ ഓഫ് ടേൺസ്, I എന്ന് പറയുന്നത് കറണ്ട്, L എന്ന് പറയുന്നത് ആ മാഗ്നറ്റിക് പാത്തിന്റെ ലെങ്ത് ആയിരിക്കും. ഇനി SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആംബിയർ പെർ മീറ്റർ ആണ്, ആൻഡ് അതിന്റെ SI യൂണിറ്റ് ആണ്. ആൻഡ് ഫാക്ടേഴ്സ് ഇഫക്റ്റിംഗ് H എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേൺസ്, കറണ്ട്, ലെങ്ത് ഓഫ് മാഗ്നറ്റിക് പാത്ത്. ഇത്രയുമാണ്. ഇതിന് ആപ്ലിക്കേഷൻ നേരത്തെ പറഞ്ഞ സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി? അപ്പോൾ അറിയാവുന്നവർക്ക് അത് പറഞ്ഞു പോവാം. അപ്പം സെഷൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും. മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്താണ് പെർമിയബിലിറ്റി ആൻഡ് എന്താണ് പെർമിറ്റിവിറ്റി? രണ്ടാണ് അല്ലേ? എന്താണ് ഇതിന്റെ ഡിഫറൻസ്? എന്താണ് അറിയാവുന്നവരുണ്ടോ? അറിയാവോ? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും മാഗ്നറ്റിക് പറഞ്ഞോളൂ. എന്താണ്? കേൾക്കുന്നില്ല. ഹലോ, മാഗ്നറ്റിക് ഫ്ലക്സിനെ കടത്തിവിടാനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവല്ലേ പെർമിയബിലിറ്റി? അതെ കറക്റ്റ് ആണ്. അത് തന്നെയാണ് പെർമിയബിലിറ്റി അല്ലേ? പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ ആ വേർഡ് സൂചിപ്പിക്കുന്ന പോലെ അതൊരു എബിലിറ്റിയാണ്. അത് തന്നെയാണ്, അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. പെർമിയബിലിറ്റി ആ വേർഡ് തന്നെ ഉണ്ട്. അതിന്റെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ് എന്താണ് ഒരു ഫ്ലക്സിനെ കടത്തിവിടാനുള്ള അതിന്റെ ഒരു കഴിവ്. അതേസമയം പെർമിറ്റിവിറ്റി എന്ന വേർഡ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്നുണ്ട്. പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് കടത്തിവിടാതിരിക്കാനുള്ള കഴിവാണ്. അത് രണ്ടാണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അത് രണ്ടും എൻ്റയർലി ഡിഫറെന്റ് ആണ്, തിരിഞ്ഞു പോകരുത്. സോ ഈ പറഞ്ഞ പോലെ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പഠിച്ച ഫ്ലക്സ് ഡെൻസിറ്റിയും അതുപോലെ നമ്മൾ സ്ട്രെങ്ത് പഠിച്ചല്ലോ, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, അതിനെ രണ്ടിന്റെയും കൂടി റേഷ്യോനെയാണ് നമ്മൾ ഈ പറയുന്ന മ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. മ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലക്സ് ഡെൻസിറ്റിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിന്റെയും എന്താ റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മ്യൂ എന്ന് വിളിക്കുന്നത്. സോ മ്യൂ ഇസ് ദ പെർമിയബിലിറ്റി ആൻഡ് ബി ഇസ് ദ ഫ്ലക്സ് ഡെൻസിറ്റി. H എന്ന് പറയുന്ന അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? μ0 μr എന്നുള്ളതാണ് മ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, മ്യൂ എന്ന ഒറ്റ ടേമിൽ നമ്മൾ പറയുന്നത് μ0 ഇൻറ്റു μr ആണ് മ്യൂ. ആൻഡ് വാട്ട് ഈസ് μ0? μ0 എന്താണ്? μr എന്താണ്? μ0 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി എന്നാണ് അതിനെ വിളിക്കുന്നത്. അതുപോലെ μr എന്ന് വെച്ചാൽ എന്താണ്? റിലേറ്റീവ് പെർമിയബിലിറ്റി. ആ രണ്ട് ടേമും അറിയാന്നുള്ളവരുണ്ടാവും. എന്താണ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റിയുടെ കോൺസ്റ്റന്റ് വാല്യൂ? അറിയാന്നുള്ളവർ പറഞ്ഞാൽ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണത്. അതാണ് വാല്യൂ. ഇല്ല, അബ്സല്യൂട്ട് പെർമിയബിലിറ്റിയുടെ വാല്യൂ അറിയാന്നുള്ളവരുണ്ടോ? ഓക്കെ, ഞാൻ എന്തായാലും പറഞ്ഞേക്കാം. അതില് ഞാനിപ്പോ പറഞ്ഞത് അബ്സല്യൂട്ട് പെർമിയബിലിറ്റിയുടെ വാല്യൂ ആണ്. അപ്പൊ അത് വരുന്ന സ്ലൈഡ്സിൽ ഉണ്ടാവും. അതെന്തായാലും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8.854 അല്ല, 4 സംതിങ് ആണ്. പറയാം. അപ്പോൾ ആ വാല്യൂ കാണാതെ പഠിച്ചേക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട വേറെ 2 പോയിന്റ്, ഇപ്പൊ സോഫ്റ്റ് അയൺ ആണ് എന്നുണ്ടെങ്കിൽ 10⁻⁻⁷. അതെ. അതുപോലെ വേറൊരു വാല്യൂ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മളൊരു വാല്യൂ പഠിക്കും. എന്താണ്? 8.854 ഇൻറ്റു 10⁻⁻⁻. അതെ. അത് രണ്ടും നിങ്ങൾ പഠിച്ചേക്കണം കേട്ടോ. ഫാരഡ് പെർ മീറ്റർ. അതും ഈ 2 കോൺസ്റ്റന്റ് ആണ്. അത് 2 കോൺസ്റ്റന്റ് ഇമ്പോർട്ടന്റ് ആണ്. അത് ഇതിലുണ്ട്. ഞാനത് ജസ്റ്റ് 4π ഇൻറ്റു 10⁻⁻⁷ കേട്ടോ. എഴുതരാം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഉണ്ടല്ലോ, അബ്സല്യൂട്ട് പെർമിയബിലിറ്റിയുടെ ആ വാല്യൂ, μ0യുടെ വാല്യൂ ആണ് പറഞ്ഞത്. എന്താ? 4π ഇൻറ്റു 10⁻⁻⁷. ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതുപോലെ μr എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എയറിനാണെങ്കിൽ μrന്റെ വാല്യൂ എപ്പോഴും ഒന്നായിരിക്കും. ഓക്കെ, μr എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിപ്പെൻഡിങ് ഓൺ ദി മെറ്റീരിയൽ അനുസരിച്ചിട്ട് ചേഞ്ച് ആവും. അതിൽ ഈ പറഞ്ഞ പോലെ എയർ ആണെങ്കിൽ എപ്പോഴും അതിന്റെ വില ഒന്നായിരിക്കും, അതിന് മാറ്റമില്ല. ഓക്കെ, അത് താഴെ പോയിന്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങളിപ്പോ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അതില് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ എടുക്കുന്ന സോഫ്റ്റ് അയൺ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ പെർമിയബിലിറ്റി നോക്കിയാൽ ഏറ്റവും കൂടുതൽ, അതായത് ഫ്ലക്സിനെ കടത്തിവിടാനുള്ള അതിന്റെ കഴിവ് വളരെ കൂടുതലായിരിക്കും. ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയൽസ് ആർ പ്രിഫേർഡ് ഇൻ ഇലക്ട്രിക്കൽ മെഷീൻ. പക്ഷെ ഒരു
DC മെഷീൻ പോലെ ഒരു മെഷീൻ അറിയാല്ലേ, നമുക്ക് അതിന് ഏറ്റവും നല്ല മാഗ്നറ്റിക് സ്ട്രെങ്ത് തന്നെ നമുക്ക് വേണം. അപ്പൊ ഏറ്റവും നന്നായിട്ട് ഫ്ലക്സിനെ കടത്തിവിടാൻ കഴിവുള്ളവരെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനു വേണ്ടി എടുക്കുന്നത്. അതുകൊണ്ട് ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയൽസ് ആയിരിക്കും ഇലക്ട്രിക് മെഷീന് യൂസ് ചെയ്യുക. ഇനി റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്ന ടേം എന്താന്ന് നോക്കാം. അതായത് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, μr ആണ് അല്ലേ. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് μr ആണ്. സോ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ പറഞ്ഞ നേരത്തെ ഞാനൊരു ഇക്വേഷൻ പറഞ്ഞല്ലോ, ഏതാ, മ്യൂ ഇസ് ഈക്വൽ ടു എന്താന്ന് ഞാൻ പറഞ്ഞു, മ്യൂ ഇസ് ഈക്വൽ ടു μ0 ഇൻറ്റു μr, അതാണ് ഇക്വേഷൻ അല്ലേ. അപ്പൊ അതിന്റെ അകത്തുനിന്ന് μr എന്താ നമുക്ക് പറയാൻ പറ്റുന്നേ, μ0 μr എന്നുള്ളത് ആണ് മ്യൂയുടെ ഇക്വേഷൻ. സോ അതിന്റെ അകത്തുനിന്ന് μr ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, മ്യൂ ബൈ μ0 എന്ന് പറയാം അല്ലെ. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് പെർമിയബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ദി പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെ. അതായത് ഫ്രീ സ്പേസ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന μ0, ആൻഡ് ഏത് മെറ്റീരിയൽ ആണോ ഞാൻ എടുക്കുന്നത് അതിനനുസരിച്ച് മ്യൂവിന്റെ വില എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ എടുക്കുന്ന ഏത് മെറ്റീരിയൽ ആണോ അതിനനുസരിച്ച് മ്യൂവിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും ആ മ്യൂവിന്റെ വാല്യൂ തന്നിരിക്കും. അപ്പോൾ ആ മ്യൂവിന്റെ വാല്യൂ തന്നിരിക്കും, പക്ഷെ μ0 തന്നിരിക്കില്ല. അപ്പൊ μ0 നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കാണാതെ പഠിച്ചിരിക്കണം. അതിനാണ് ഞാൻ ആ വാല്യൂ കാണാതെ പഠിക്കാൻ പറഞ്ഞത്. സോ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, റേഷ്യോ ആണ്. എന്തിന്റെ റേഷ്യോ ആണ്, ഒരു മെറ്റീരിയലിന്റെയും ആ ഫ്രീ സ്പേസിന്റെയും പെർമിയബിലിറ്റിയുടെ റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഞാൻ ഇവിടെ പറഞ്ഞ വാല്യൂസ് ആണ്. ഏതൊക്കെയാണ്, വാക്യൂത്തിന് 1 ആണ്, എയറിനും 1 ആണ്, അയണിന് എപ്പോഴും ഒരു 1000 ഓർ മോർ വാല്യൂ ആയിരിക്കും കാണിക്കുന്നത്, ആ ഒരു റിലേറ്റീവ് പെർമിയബിലിറ്റിയുടെ വാല്യൂ. ഇനി റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൗ ഈസിലി എ മെറ്റീരിയൽ, അതായത് ഞാനിപ്പോ ഒരു വസ്തുവിനെ മാഗ്നറ്റൈസ് ചെയ്യിപ്പിക്കാൻ പോവുകയാണെങ്കിൽ എത്ര എളുപ്പത്തിൽ അത് മാഗ്നറ്റൈസ്ഡ് ആകും എന്നുള്ളത് അതിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി കാണിക്കും. നല്ല റിലേറ്റീവ് പെർമിയബിലിറ്റി ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, അതിന്റെ പ്രോപ്പർട്ടി മാഗ്നറ്റൈസേഷൻ കാണിക്കുന്നത് കൂടുതലായിരിക്കും. അപ്പൊ അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. സോ വാക്യൂത്തിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്താ, 1 ആണ്. നമുക്കിപ്പോ ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ നേരത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, പാര, ഡയ, ഫെറോ. അപ്പൊ നിങ്ങൾക്ക് അത് അറിയാവുന്നതാണ്. സോ അതിൽ ഏറ്റവും നല്ലത് ഏതാണ്, ഫെറോ മാഗ്നറ്റ് ആണ് അല്ലെ. അപ്പൊ ആ ഫെറോ മാഗ്നറ്റിനാണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റൈസേഷൻ പ്രോപ്പർട്ടി നന്നായിട്ടുള്ളത്. ഏറ്റവും പെട്ടെന്ന് മാഗ്നറ്റൈസ് ആവുന്ന ആളാരാണ്, ഫെറോയാണ്. സോ ഫെറോയുടെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അതിന്റെ ഒരു അയൺ പോലെയുള്ള മെറ്റീരിയൽസ് ആണ് അല്ലെ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നതും വളരെ വലിയൊരു വാല്യൂ ആയിരിക്കും. അതാണ് അവിടെ പറഞ്ഞത്. ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, വളരെ വലുതായിരിക്കും. സോ നെക്സ്റ്റ് ഇസ് ദ മാഗ്നറ്റൈസേഷൻ. ഒരു ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ ആണ്, ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. എന്താണ് ഒരു പെർമനന്റ് മാഗ്നറ്റിൽ എന്താണ് അതിന്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെയാണ്. സോ ഏതാ പെർമനന്റ് മാഗ്നറ്റ് എടുത്ത് പഠിക്കുമ്പോൾ ഓർക്ക് അൾനിക്കോ ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. അൾനിക്കോ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അലൂമിനിയം, നിക്കല്, കൊബാൾട്ട്, അതിന്റെ മിശ്രിതമാണ് അൾനിക്കോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് പെർമനന്റ് മാഗ്നറ്റുകളായിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്, അൾനിക്കോനെയാണ്. അതുപോലെ ഫെറൈറ്റ് മാഗ്നറ്റ്, ഹാർഡ് ഫെറൈറ്റ് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ മാഗ്നറ്റിക് കോർ ആയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ് അയൺ, സിലിക്കൺ, സ്റ്റീൽ തുടങ്ങിയ മെറ്റീരിയൽസ് ആയിരിക്കും. സോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയാവും. അതിൽ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് ആ ഒരു പോയിന്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വാല്യൂ, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഈ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, പ്രോപ്പർട്ടി ദാറ്റ് ഇൻഡിക്കേറ്റ് ഹൗ ഈസിലി എ മെറ്റീരിയൽ ബിക്കം മാഗ്നറ്റൈസ്ഡ്. അതായത് എത്ര എളുപ്പത്തിൽ എനിക്ക് ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നതിനെയാണ് ഞാൻ എന്ത് പറയുക, സസെപ്റ്റബിലിറ്റി. വേർഡ്സ് നമ്മൾ തിരിഞ്ഞു പോകരുത്, നമ്മൾ പുതിയൊരു വേർഡാണ് പഠിക്കുന്നത്, സസെപ്റ്റബിലിറ്റി. സസെപ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഹൗ ഈസിലി, അങ്ങനെ തന്നെ ഓർത്ത് വെച്ചേക്ക്, എത്ര എളുപ്പത്തിൽ ആ മെറ്റീരിയലിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാഗ്നറ്റൈസ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, വെറുതെ അല്ല, ഞാൻ എന്ത് കൊടുക്കണം, ഒരു ഫീൽഡ് കൊടുക്കണം. ഇതാണ് എന്റെ മെറ്റീരിയൽ എന്ന് വിചാരിക്കാൻ, ഈ മെറ്റീരിയൽ എനിക്ക് എന്ത് ചെയ്യണം, മാഗ്നറ്റൈസ് ചെയ്യണം. അപ്പൊ ഞാൻ ഈ ഒരു എക്സ്റ്റേണൽ എന്ത് ചെയ്തിരിക്കണം, ഇവിടെ ഒരു ഫീൽഡ് ഞാൻ കൊടുക്കണം. വെറുതെ മാഗ്നറ്റൈസ് ചെയ്യത്തില്ല, ഈ മെറ്റീരിയൽ ഞാൻ കൊടുത്താൽ ഈ വസ്തു എത്ര പെട്ടെന്ന് എന്ത് ചെയ്യും, മാഗ്നറ്റൈസ് ചെയ്യും എന്നുള്ളതാണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി പറയുന്നത്. സോ ആ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും, M/H ആയിരിക്കും. M എന്ന് വെച്ചാൽ എന്താ, മാഗ്നറ്റൈസേഷൻ, H എന്ന് വെച്ചാൽ എന്താ, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പൊ ഇതാണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. അതായത് സിംപ്ലി എന്താണ്, ഞാനൊരു ഫീൽഡ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വസ്തു എത്ര പെട്ടെന്ന് മാഗ്നറ്റൈസ്ഡ് ആകും എന്ന് എനിക്ക് അറിയണം. അതിനെയാണ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. സോ ഞാൻ ഈ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ വളരെ സാധ്യതയാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം,
ഈ ഒരു പോയിന്റ് പഠിച്ചിരിക്കണം. നോക്കിക്കേ, ഒരു ഡയാമാഗ്നറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ പോർഷൻ പഠിച്ചവരുണ്ടായിരിക്കുമല്ലോ, അപ്പം ഡയാഫെറോ പേരൊക്കെ അറിയായിരിക്കും. എനിവേ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെങ്കിലും പഠിച്ചു വെച്ചേക്കുക. എന്താ, ഡയക്ക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഡയക്ക് നെഗറ്റീവ് ആണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊരു മെറ്റീരിയലിനെ കൊണ്ട് ഫീൽഡ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അത് എന്ത് ചെയ്യത്തില്ല, പെട്ടെന്ന് മാഗ്നറ്റൈസ്ഡ് ആവത്തില്ല. സോ നെഗറ്റീവ് വാല്യൂ കാണിക്കുന്ന ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. നെഗറ്റീവ് വാല്യൂ, സസെപ്റ്റബിലിറ്റി നെഗറ്റീവ് കാണിക്കുന്ന ആൾ ആരാണ് നിന്നെ ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ഡയാമാഗ്നറ്റിക്സ് ആണ്. അപ്പോ പോസിറ്റീവ് വാല്യൂ, അതൊരു കുഞ്ഞ് പോസിറ്റീവ് വാല്യൂ ആണ്. അതുപോലെ ഇത് നോക്കിക്കേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പോയിന്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡിന് അടുത്ത് കൊണ്ടുവച്ചാൽ വീക്ക്ലി റിപ്പൽഡ്, ആ പോയിന്റ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കാരണം രണ്ടും തിരിഞ്ഞു പോകും, മനസ്സിലായോ? പാരയ്ക്ക് വീക്ക്ലി അട്രാക്റ്റഡും ഡയക്ക് വീക്ക്ലി റിപ്പൽഡും ആണ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ ഞാൻ പറയുന്നത് ഈ സസെപ്റ്റബിലിറ്റിയും പഠിച്ചു വെക്കുക, ഈ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതും പഠിച്ചു വെച്ചേക്കുക. ഇതിന്റെ അകത്ത് ഈ വീക്ക്ലി റിപ്പൽഡ് എന്ന് പറയുന്നതും വീക്ക്ലി അട്രാക്റ്റഡും തിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഡയക്ക് വീക്ക്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ വീക്ക്ലി റിപ്പൽഡ് ആവും. വെരി സ്മോൾ നെഗറ്റീവ് വാല്യൂ. നമുക്ക് കിട്ടുന്ന വില എന്ന് പറയുന്നത് വളരെ കുഞ്ഞു വാല്യൂ ആയിരിക്കും. ഇനി ഒരു പാരാമാഗ്നറ്റ് ആണെങ്കിലോ കുഞ്ഞ് പോസിറ്റീവ് വാല്യൂ കാണിക്കും. എന്ന് പറഞ്ഞാൽ വീക്കിലി അട്രാക്ട് ചെയ്യും, സ്മോൾ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് ഫെറോ? ഫെറോ അങ്ങനെയല്ല, വെരി ലാർജ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യും, ആകർഷിക്കും. സോ വെരി ലാർജ് പോസിറ്റീവ് വാല്യൂ. അപ്പം നിങ്ങൾക്ക് സസെപ്റ്റബിലിറ്റി റേഞ്ച് പഠിക്കണം. ഏറ്റവും പോസിറ്റീവ് ഏതാണ്, സ്മോൾ ആരാണ്, ഏറ്റവും നെഗറ്റീവ് ആരാണെന്നുള്ള 3 പോയിന്റ് ഇവിടെ നിന്ന് പഠിക്കുക. അത് നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും.